ചേമ്പ് നമ്മൾ നടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഇങ്ങനത്തെ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. കളയണത് ഇതിനിപ്പോൾ നമ്മൾ നനച്ചിട്ടൊന്ന് വെണ്ണീര് മുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പിടിക്കാൻ നല്ലതല്ല. കട്ട് ചെയ്തിലിങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങനെ ചെയ്യണമെന്ന് മാത്രം. ഈ സൈഡിൽ നിന്നൊക്കെ മുള വരും. ഇതാണ് നമ്മൾ പറിച്ചതിലെ ഏറ്റവും വലിയ ചേമ്പിൻ്റെ തള്ള. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കുഴിച്ചിട്ടൊക്കെ മറ്റേതൊക്കെ ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും ഇങ്ങനെ നനച്ച് കൊടുക്കുന്നുണ്ട്. വലിയ പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് മുക്കിയാൽ മതി. നനച്ചിട്ടുണ്ട്. ഞാൻ അതിനത് വെണ്ണീർ, അപ്പോൾ നനച്ച് കഴിഞ്ഞാൽ വെണ്ണീർ അതിന്മേ പിടിച്ചോളില്ല. പിന്നെ തല വേണമെങ്കിൽ ഒന്നും കൂടി ആക്കാട്ടോ. ഞാൻ അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമല്ലോ. തല വേണമെങ്കിൽ ഒന്നും കൂടി അരിഞ്ഞ് ആക്കാം. ഇപ്പോൾ വെണ്ണീർ പൊത്തിൽ കഴിഞ്ഞു. ഇത് നമ്മൾ ചേനയുടെ കുഴിയായിരുന്നു. ചേന നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു കുഴിയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ വലിയ ചേമ്പ് വയ്ക്കാം. ഞാൻ അതിനായിട്ട് ഇനി വേറെ കുഴി എടുക്കണില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തന്നെ ഉണ്ടായതല്ല. അപ്പോൾ ഇപ്രാവശ്യം ഇത് നട്ട് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇത് വെറുതെ അങ്ങനെ ഇതേ വെക്കണം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി വെണ്ണീർ ഇട്ട് കൊടുക്കും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്രാവശ്യം നമ്മൾ കരിയിലാണ് ഇട്ട് കൊടുക്കണം. മാവിൻ്റെ ഇല, അപ്പോൾ അത് ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും. അതിൻ്റെ വളം എടുക്കാം. അപ്പോൾ മാവിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞ് ഇതവിടെ കിടക്കട്ടെ. അപ്പോൾ കരിയില ഇട്ടു, കുറച്ചും കൂടി വെണ്ണീറിട്ടു. ഇനി നമ്മളിതിന് വളമൊന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഇതിട്ടു. ഇനി കുറച്ച് മണ്ണ് ഈ ഇലയുടെ മുകളിലേക്ക് മാത്രം. അടുത്ത വല്ലതും പറിക്കുമ്പോൾ ഉണ്ടാവും. കഴിഞ്ഞാൽ നമുക്ക് വെറുതെ മുളച്ചാൽ ഇപ്രാവശ്യം നമുക്കൊന്ന് നട്ട് നോക്കി നോക്കാം. ഞാൻ അത് ആദ്യമായിട്ട് ചെയ്യണം. ഇങ്ങനെ നടാറില്ല ചേമ്പ്. കുറച്ച് മണ്ണ് മാത്രം ഇത് നനച്ച് കഴിഞ്ഞാൽ ഉഷാറായി. ഇതാണ് നമ്മുടെ ചേമ്പിൻ്റെ നടണ രീതി. ഇപ്രാവശ്യം നമ്മളൊന്ന് ഇങ്ങനെ നട്ട് നോക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കി ചെറിയ വിത്തുകളൊക്കെ ഉണ്ട്. ഞാൻ വേറെ സ്ഥലത്ത് നട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. ഇതൊന്നും കൂടി കാണിച്ചു തരാം. ഇത് വെറുതെ വെച്ചിട്ടുള്ളതല്ലോ, അങ്ങനെ വെറുതെ വെച്ചിട്ടുള്ളൂ. ഇനി അതിന് നമ്മൾ ഇത് കരിയില ഇട്ട് കൊടുക്കണം. ഇത് ചെറുതാണ്. അപ്പോൾ കുറച്ച് വെണ്ണീർ ഇട്ട് കുറച്ച് മണ്ണും ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചേമ്പ് പെക്കിൽ കഴിഞ്ഞു. കണ്ടോ, ഇപ്പോൾ തണലുള്ള കാലിലുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ ചേമ്പും ചേനയൊക്കെ അങ്ങനെ നടാനായിട്ട് പറ്റും. ഇപ്പോൾ സിമ്പിളല്ല നമ്മൾ ചെയ്യാനായിട്ട്. വീട്ടിൽ എന്തായാലും വെണ്ണീരുണ്ടാവില്ല. വെണ്ണീരോ ചാണോ എന്താ ചുറ്റു കൊടുക്കണം, വെണ്ണീരാണ് ഇടുന്നത്. ഇതാണ് നമ്മുടെ ചേമ്പ് നട്ടത്. ഞാൻ നനച്ച് കൊടുത്താൽ ചേമ്പ് നടൽ കഴിഞ്ഞു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഓക്കെ കേട്ടോ.